ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു, ഞാൻ എൻ്റെ വീട്ടിലാണിപ്പോൾ. വീട്ടിലെത്തിയ ശേഷമുള്ള പിന്നത്തെ മോർണിംഗ് തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡെയിലി വ്ളോഗാണിത്. ഞങ്ങൾ ഓഗസ്റ്റിലാണ് ഉണ്ണികളുടെ 90-ന് മുൻപ് പോയതാണ്. ഇപ്പോൾ നവംബർ ആയപ്പോഴാണ് ഒന്ന് തിരിച്ച് വരുന്നത്. ഇവിടെ അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിവിടേക്ക് വന്നാൽ ഉണ്ണികളുടെ കാര്യമൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് ഇത്രയും കാലം വരാണ്ട് നിന്നിരുന്നത് വീട്ടിലേക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഭയങ്കരമായിട്ടൊരു പ്രഷർ വന്നപ്പോൾ എനിക്ക് ഒരു റെസ്റ്റ് വേണം, എനിക്കും ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പ് വേണം, റെസ്റ്റ് വേണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ കുറേ നാളായിട്ട് വിളിക്കുന്നു ഇവിടേക്ക് വരാനായിട്ട്. ഉണ്ണികൾ വലുതായിട്ട് ആർക്കും ഇങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവരുടെ ചിരിയും കളിയൊക്കെ കാണാനായിട്ട് ഒരുപാട് പേരെ വിളിക്കുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാം, കുറച്ച് നാളൊക്കെ നിൽക്കാം. അപ്പോൾ എനിക്കും കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും, മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവുന്ന രീതിയിൽ. അങ്ങനെ ഞാൻ ഒരു 1 വീക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മോർണിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിയുടെ മോൻ എത്തിയിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് വീട്ടിലാണ്. അപ്പോൾ അവന് അങ്ങനെ കളിക്കാനൊന്നും ആരില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിനെ കിട്ടിയപ്പോൾ അവന് വലിയ സന്തോഷമായി. ഞാൻ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ കുളി എന്നൊക്കെ പറയുന്നത് ഒരു 2:30 സമയത്തൊക്കെയാണ്. ചില ദിവസം കുളിക്കാൻ പറ്റില്ല, മേല് മാത്രമേ കഴുകാൻ പറ്റുള്ളൂ, ആ ഒരു സ്ഥിതി ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ ചീത്ത പറയാണ്. കാരണം മുടിയൊക്കെ ഒരു ഇതായി, എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വന്നു തുടങ്ങി. ഹെയർ ഫോൾ നന്നായിട്ടുണ്ട്, പിന്നെ മുടിയൊക്കെ ഒരുമാതിരി വെളിച്ചെണ്ണ തേച്ച് നമ്മൾ കെയർ ചെയ്യാണ്ടും ഭയങ്കര അലങ്കോലമായ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അമ്മ അങ്ങനെ തലയിൽ എണ്ണയൊക്കെ ഇട്ട് നന്നായി മസാജൊക്കെ ചെയ്ത് എൻ്റെ തലയിലാണെന്നുണ്ടെങ്കിൽ നിറച്ച് ഇതുവരെ എനിക്ക് തലയിൽ, അതായത് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു, അതിന് ശേഷം എനിക്ക് അങ്ങനെ തലയിൽ പേനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തലയിൽ പേനൊക്കെ വന്നു, ശരിക്കും നോക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ അമ്മ അതൊക്കെ നോക്കി ക്ലിയർ ആക്കി തലയിലും എണ്ണയൊക്കെ തേച്ച്, അതുപോലെ തന്നെ നന്നായിട്ട് മുടി നല്ല ചെട പിടിച്ചിരിക്കണമായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് നന്നായി മസാജൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇതുവരെ എനിക്ക് ഒരു ടൈം ഈ ഒരു കുറച്ച് നാൾക്കുള്ളിൽ സ്വന്തം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരാൾ എന്നെ ഇരുത്തിയിട്ട് എനിക്ക് ഇങ്ങനെ മസാജൊക്കെ തരാമെന്ന് പറയണത് എനിക്കെന്തോ സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അത്രയും ഒരു പ്രഷറിലാണ് ഇവിടേക്ക് എത്തിയത്. ഇവിടെ വന്ന് 2-3 ദിവസമായപ്പോഴാണ് എനിക്കൊരു സമാധാനം തിരിച്ച് കിട്ടിയത്. ഞാൻ 3 കുട്ടികളുടെ അമ്മയാണ്, എന്നാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ആരോഗ്യമുള്ളപ്പോൾ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കാമെന്ന് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കെടുക്കണവരെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എനിക്ക് എൻ്റേതായ കാര്യങ്ങൾക്ക് ഒന്നിനും സമയമില്ലാണ്ട് നിന്ന് ലാസ്റ്റ് ഫുൾ പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയി. നൈറ്റ് ആകുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അമ്മേനെ കാണണം, എനിക്ക് അങ്ങനെ ഒരു തോട്ടാണ് ഫുള്ള് മനസ്സിൽ വന്നിരുന്നത്. എനിക്കും അമ്മയുണ്ട്, എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനൊരു സ്ഥിതി വരില്ല, അമ്മ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതോടെ ഞാൻ കുറച്ച് നാളൊക്കെ മാനേജ് ചെയ്ത് പോയി. പക്ഷെ നമുക്ക് ഫിസിക്കലി വയ്യ, മെൻ്റലിയും വയ്യ, പിന്നെ സ്ട്രെസ്സും പിന്നെ പ്രഷറും, നമുക്ക് ആരും നമ്മളെ മനസ്സിലാക്കണില്ല, നമ്മളെ ശ്രദ്ധിക്കണില്ല, നമ്മളെ കേൾക്കണില്ല, നമ്മളോട് സംസാരിക്കണില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തീരുമാനം എടുത്തത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്നുള്ളത്. പക്ഷേ നമുക്ക് ഉണ്ണിനെയും പിടിച്ചിട്ട് ഇത്രയും ദൂരം 3 കുട്ടികളെയും പിടിച്ച് വന്നിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ ബ്രദർ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ സമാധാനമായി. തിരക്ക് പിടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഒന്നും പാക്കിംഗ് ഒന്നും കഴിഞ്ഞിരുന്നില്ല. മൂത്ത ഉണ്ണിയുടെ കുറേ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടു. ഇവരുടെ 2 പേരുടെയും ഞാൻ ഒന്നും എടുത്തില്ല. രാത്രിക്കുള്ളവർ എനിക്കറിയാം നൈറ്റ് ഇവർ ഉറങ്ങണമെങ്കിൽ കുറച്ച് സ്വെറ്റേഴ്സൊക്കെ വേണമെന്ന്, അതുകൊണ്ട് 4-5 ജോഡി സ്വെറ്റേഴ്സ് എടുത്തു. വേറെ അങ്ങനെ ഇവിടേക്ക് ഇടാനുള്ള ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. അങ്ങനെ പിന്നെ അതിൽ കിട്ടിയ 2-3 ഡ്രസ്സ് ഇട്ടിട്ട് ഇവരെ സെറ്റാക്കി ഞാൻ. ഞങ്ങൾ
ഞങ്ങൾ വന്ന അന്നേ ദിവസം അമ്മ ഉച്ചയ്ക്ക് നല്ല ചിക്കൻ കറിയും ഫ്രൈയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അവിടെ ചേട്ടൻ്റെ വീട്ടിൽ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നോണൊക്കെ കഴിക്കാൻ പറ്റുക. അപ്പോൾ കുറേ വീണ്ടും സന്തോഷങ്ങളാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഉമ്മറത്തിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ ലൂബിമാരുണ്ട് വീട്ടിൽ മുറ്റത്തായിട്ട്. അപ്പോൾ അതുമ്പോൾ നിറച്ച് ലൂബിക്ക് ഉണ്ടായിരിക്കണം. നിറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചിട്ടായിരുന്നു. റോട്ടി പോണവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ് പൊട്ടിച്ച് തരുമോ പൊട്ടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് എനിക്ക് ലൂബിക്ക് ഇഷ്ടമൊന്നുമല്ല. അത് പറഞ്ഞ പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഇതിനോട് താല്പര്യമില്ല. ആ സമയത്ത് പുറത്ത് പോകുന്നവരൊക്കെ ഫുള്ള് പൊട്ടിച്ചു കൊണ്ടുപോകാണിത്. അങ്ങനെ പിന്നെ എനിക്ക് തിരിച്ച് പോകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപ്പിലിട്ട് കഴിക്കാൻ അച്ചാറൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറേ കുലുക്കി പൊട്ടിച്ച് കവറിലൊക്കെ ആക്കി തന്നു. ഇവിടെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഉണ്ണികൾക്ക് 2 പേർക്കും യാതൊരു വാശിയില്ല, ഉറക്കം തന്നെയായിരുന്നു. അവിടെ ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്, നല്ല വാശി ഊണ് ഉറങ്ങൂല്ല. പിന്നെ ഉണ്ണിക്കും കളിക്കാൻ ആളെ കിട്ടി, പിന്നെ കളിക്കാനും നമുക്ക് കുറച്ച് മുറ്റമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അവനെ ഓടി നടന്ന് കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ അവനും ഹാപ്പി, ഞാനും ഹാപ്പി, മൊത്തത്തിൽ എല്ലാവരും ഹാപ്പി. പിന്നെ ഒരു ഈവനിങ് ഒരു 5 മണിക്ക് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു 10-15 വർഷമായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് ഗംഗ. അപ്പോൾ ആൾ എന്നെ ഉണ്ണിനെയും കാണാൻ വന്നിരുന്നു. ഞാൻ എപ്പോൾ വന്നാലും അവൾ എന്നെ വന്നൊന്ന് കണ്ടുപോകും. കാരണം എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാൾ ഗംഗയാണ്. അപ്പോൾ ആൾ വന്നപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഹാപ്പി. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയും കുട്ടിയും വന്നിരുന്നു. അപ്പോൾ അവരനുസരിച്ച് ഞാൻ എന്നാ വരാമെന്ന് ചോദിച്ച് നിൽക്കായിരുന്നു ഉണ്ണികളെ കാണാൻ വരാനായിട്ട്. അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അന്ന് നൈറ്റ് തന്നെ അവർ വരികയും ചെയ്തു കുട്ടികളെ കാണാനായിട്ട്. എല്ലാവരും ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വന്ന് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷമായി. ഇതുവരെ എൻ്റെ എല്ലാ വിഷമങ്ങളും ഇല്ലാണ്ടായി പോയി എന്ന് തന്നെ പറയാം. ഞാൻ എല്ലാം മറന്ന പോലെയായി. കാരണം എനിക്ക് ഈ ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നെ മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ മൈൻഡിൽ അതൊക്കെ തന്നെയുള്ളൂ. എന്നെ വിഷമിപ്പിച്ചതും ഞാൻ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളും ഒക്കെ ഞാൻ മറന്നു. അങ്ങനെ ചേച്ചിയും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഭൂരിഭാഗം കുട്ടികൾ ഇതിൽ എൻ്റെ തന്നെയാണ്. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊക്കെ എനിക്ക് അത്രയും ട്രഷർ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. അവിടെ പോയാലും എനിക്ക് ഓർത്തിരിക്കാൻ എൻ്റെ വീട്ടിലെ പറ്റി ഒലയ്ക്കുമ്പോൾ എനിക്ക് ഇതന്നെ ഉള്ളൂ. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഓടി വന്ന എല്ലാവർക്കും ഭയങ്കര ഒരു ബിഗ് താങ്ക് യു. എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കാരണം ഒരാൾ പോലും കേൾക്കാനില്ലാത്ത എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-200 വ്യൂ എങ്കിലും പോകുന്നുണ്ട്. അപ്പോൾ അത്ര ആൾക്കാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതെല്ലാവർക്കും വീണ്ടും ഒരു ബിഗ് താങ്ക് യു ആൻഡ് ബൈ.